നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ CPM-ന് വലിയ തിരിച്ചടിയായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കമ്മീഷണറും സർവോപരി പാർട്ടി വിശ്വസ്തനുമായ N. വാസുവിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഇതുവരെ ഉദ്യോഗസ്ഥർ മാത്രം അറസ്റ്റിലായതിനാൽ കേസിൽ രാഷ്ട്രീയ തരത്തിലുള്ള ഒരു പാപഭാരം പേറേണ്ട അവസ്ഥ സർക്കാരിനോ CPM-നോ ഉണ്ടായിരുന്നില്ല. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ദേവസ്വം ബോർഡിൽ രാഷ്ട്രീയ നിയമനം നേടിയവരിലേക്ക് അന്വേഷണം എത്തുന്നത്. എന്തായാലും ഇത് CPM-ന് വലിയൊരു പ്രതിസന്ധി ആയിരിക്കുന്നു. N. വാസുവിന്റെ അറസ്റ്റും വലിയ രീതിയിൽ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. അതേസമയം അന്വേഷണ സംഘം നിർണായകമായ ചില നീക്കങ്ങൾ നടത്തുകയാണ്. N. വാസുവിനെ കസ്റ്റഡിയിൽ ലഭിക്കാൻ SIT തിങ്കളാഴ്ച കോടതിയെ സമീപിക്കും. ഒപ്പം ആ കാലയളവിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന A. പത്മകുമാറിന് വീണ്ടും നോട്ടീസ് നൽകുമെന്നാണ് വിവരം. ആദ്യ നോട്ടീസിന് രേഖാമൂലം മറുപടി നൽകിയില്ല. ബന്ധുവിന് മരണം മൂലമുള്ള അസൗകര്യം ഫോണിലൂടെ അറിയിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് രണ്ടാമത് നോട്ടീസ് നൽകുന്നത്. വാസുവിനെ കസ്റ്റഡിയിൽ വാങ്ങുമ്പോൾ പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിക്കുമെന്നാണ് വിവരം. ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നും SIT സൂചന നൽകുന്നുണ്ട്. ജയിലിൽ കഴിയുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ, തിരുവാഭരണം കമ്മീഷണർ KS ബൈജു എന്നിവരെയും കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് SIT അപേക്ഷ നൽകും. ശബരിമല ശ്രീകോവിൽ നേരത്തെ പൂശിയ സ്വർണം, ദ്വാരപാലക ശില്പങ്ങൾ ഇപ്പോൾ പൂശിയ സ്വർണം എന്നിവയുടെ സാമ്പിൾ 17 ശേഖരിക്കുന്നുണ്ട്. ഇത് തൊണ്ടിയായി ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള സ്വർണവും ശാസ്ത്രീയ പരിശോധന നടത്തും. ഇതിന്റെ ഫലവും നിർണായകമാണ്. ഇക്കാര്യം കോടതിയിൽ ചൂണ്ടിക്കാട്ടി അന്വേഷണത്തിന് കൂടുതൽ സമയം ചോദിക്കാനാണ് SIT-യുടെ തീരുമാനം. എന്തായാലും CPM-നെ എളുപ്പം തള്ളിക്കളയാവുന്ന ഒരു വ്യക്തിയല്ല വാസു. അറസ്റ്റ് ഉണ്ടാവുമെന്ന വിവരം കിട്ടിയ ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി ആസ്ഥാനത്തെത്തിയത് വളരെ ഗൗരവകരമായ കാര്യം ആയതുകൊണ്ടാണ്. AKG സെന്ററിൽ നടന്നത് തിരക്കിട്ട കൂടിയാലോചനയായിരുന്നു. ശബരിമല ഒരു തലവേദനയായി തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് മുന്നണിക്ക് മാറാതിരിക്കാനുള്ള ഒരു വഴി അല്ലെങ്കിൽ പോംവഴി തേടുകയാണ് CPM എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം നടത്തി വിശ്വാസികളിലേക്ക് അടുക്കാനുള്ള രാഷ്ട്രീയ ഒരു തന്ത്രം അല്ലെങ്കിൽ ആ ഒരു ശ്രമമൊക്കെ കൃത്യമായി തറച്ചു അല്ലെങ്കിൽ ലക്ഷ്യത്തിലെത്തി എന്ന തരത്തിൽ നിൽക്കുകയാണ് ഈ വിവാദങ്ങൾ ഉടലെടുക്കുന്നത്. സ്വർണ്ണക്കൊള്ള വിവാദം അത് ഇപ്പോൾ CPM-ന് വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ സർക്കാരിന് വലിയ രീതിയിലുള്ള ഒരു മങ്ങൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ബോർഡിന്റെ ചരിത്രത്തിൽ കമ്മീഷണർ പദവിയിൽ നിന്നിറങ്ങി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കയറുന്ന ഒരേ ഒരാളാണ് വാസു. അദ്ദേഹം അറസ്റ്റിലാകുമ്പോൾ അതിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വത്തിൽ നിന്ന് CPM-ന് എളുപ്പത്തിൽ ഒഴിഞ്ഞു മാറാനാകില്ല എന്നതും ഒരു വസ്തുത തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കമ്മീഷണർമാരുന്ന N. വാസുവിന്റെ അറസ്റ്റ് അക്ഷരാർത്ഥത്തിൽ സർക്കാരിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയായി മാറിയിരുന്നു. എന്തായാലും വാസുവിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 2019 മാർച്ചിൽ വാതിൽപ്പാളിയിലെ സ്വർണം ഉരുക്കിയത് N. വാസുവിന്റെ അറിവോടെ എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിലെ 3-ാം പ്രതിയാണ് N. വാസു. 2 തവണ ദേവസ്വം കമ്മീഷണറും സ്വർണ്ണക്കൊള്ള നടന്ന് മാസങ്ങൾക്ക് ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്നു. സ്വർണ്ണപ്പാളി ചെമ്പാണെന്നാണ് രേഖപ്പെടുത്തിയത് വാസുവാണ്. വാസു കമ്മീഷണറായിരുന്ന കാലത്തെ ഇടപാടുകളാണ് ഇപ്പോൾ അറസ്റ്റുണ്ടായത്. ദ്വാരപാലക ശില്പങ്ങളുടെയും ശ്രീകോവിലിന്റെയും മുഖ്യ ജോലികൾ പൂർത്തിയാക്കിയ ശേഷം സ്വർണം ബാക്കിയുണ്ടെന്നും സഹായം ആവശ്യമുള്ള പെൺകുട്ടിയുടെ വിവാഹ ആവശ്യത്തിന് ഇത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും കേസിലെ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി വാസുവിന് ഇമെയിൽ അയച്ചിരുന്നു. 2019 ഡിസംബർ 9-ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇമെയിൽ തനിക്ക് വന്നിരുന്നുവെന്നും വാസു പിന്നീട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് പങ്കില്ലെന്നാണ് N. വാസു അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി. തന്റെ അറിവോടെ എല്ലാ സ്വർണം പൂശാനായി കൊണ്ടുപോയതെന്നും വാസു മൊഴി നൽകി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വ്യക്തിപരമായ ഒരു ബന്ധമില്ലെന്നും സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്നത് തന്റെ കാലയളവിലല്ലെന്നും അദ്ദേഹം നേരത്തെയും മാധ്യമങ്ങളോട് പ്രതികരിച്ചതാണ്. തനിക്ക് പോറ്റി ആകെ പരിചയമുള്ളത് സ്പോൺസർ എന്ന നിലയിലാണ്. നിരവധി സ്പോൺസർമാർ ശബരിമലയിൽ ഉണ്ടാകാറുണ്ട്. അവരെ പറ്റി കൂടുതൽ അന്വേഷണം നടത്തൽ പ്രായോഗികമല്ല എന്നും അദ്ദേഹം പറഞ്ഞു. വാസുവിനെതിരെ മുരാരി ബാബു നിർണായക മൊഴി നൽകിയിരുന്നു. എല്ലാം വാസു അറിഞ്ഞുകൊണ്ടെന്ന് മുരാരിയും സുധീഷും മൊഴി നൽകിയിട്ടുണ്ട്. മുൻ തിരുവാഭരണ കമ്മീഷണർ ബൈജുവിന്റെ മൊഴിയും വാസുവിനെതിരാണ്. ചോദ്യം ചെയ്യലിൽ രേഖകളിൽ തിരുത്തൽ വരുത്തിയതിൽ വാസുവിന് വ്യക്തമായ മറുപടി നൽകാനായില്ല. ഓർത്തെടുക്കാൻ കഴിയുന്നില്ലെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നുമായിരുന്നു വാസു ഉദ്യോഗസ്ഥരെ അറിയിച്ചത്. അതേസമയം കേസിൽ ഇതുവരെ 5 അറസ്റ്റാണ്. ആദ്യ അറസ്റ്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇടനിലക്കാരനായും സ്പോൺസറായും പ്രവർത്തിച്ചത്. 2-ാമത്തെ അറസ്റ്റ് മുരാരി ബാബു. ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് മുരാരി ബാബു. 3-ാമത്തെ അറസ്റ്റ് സുധീഷ് കുമാറിന്റേതാണ്. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു. 4-ാമത്തെ അറസ്റ്റ് KS ബൈജുവിന്റേതാണ്. തിരുവാഭരണ കമ്മീഷണറായിരുന്നു. 5-ാമത്തെ അറസ്റ്റ് N. വാസുവിന്റേതായിരുന്നു. മുൻ ദേവസ്വം കമ്മീഷണറും മുൻ ദേവസ്വം പ്രസിഡന്റുമാണ്. 6-ാമത്തെ അറസ്റ്റ് പത്മകുമാർ ആണോ എന്ന ചോദ്യമാണ് നിലവിൽ ശക്തമാകുന്നത്. പ്രത്യേകിച്ച് ഇന്ന് പത്മകുമാറിനെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ചോദ്യം ചെയ്യലിന് പത്മകുമാർ ഹാജരാകാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെടുമെന്ന സൂചനകളാണ് നിലവിൽ കിട്ടുന്നത്.
ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീ അറസ്റ്റ് ചെയ്യുന്നത് ചൊവ്വാഴ്ച വരെ ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അറസ്റ്റ് ഉണ്ടാകുമോ എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. എന്തായാലും കേസ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നിർണായക നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഇതിനിടയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിന്റെ മുദ്രവച്ച പകർപ്പ് കൈമാറണമെന്ന ആവശ്യം നിഷേധിച്ച റാന്നി മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയെ സമീപിക്കുന്ന നീക്കമുണ്ടായി. സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലായതിനാലാണ് മജിസ്ട്രേറ്റ് കോടതി ഇഡിയുടെ ആവശ്യം തള്ളിയത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണത്തിനാണ് പകർപ്പെന്ന് ഇഡി കൊച്ചി സോണൽ ഓഫീസ് നൽകിയ ഹർജിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ച് ഹർജി തിങ്കളാഴ്ച പരിഗണിക്കും. അതേസമയം ഇപ്പോൾ ഏറ്റവും നിർണായകമായി ഏറ്റവും പുതുതായി പുറത്തു വരുന്ന ഒരു പ്രതികരണം, അതായത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ ഒരു പ്രതികരണം വരുന്നുണ്ട്. വളരെ നിർണായകമായ ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. എന്താണെന്ന് നോക്കാം. ശബരിമല കേന്ദ്രീകരിച്ച് ചില അവതാരങ്ങളുണ്ടെന്ന് PS പ്രശാന്ത് പറഞ്ഞു. അറിയുന്നതും അറിയാത്തതുമായ അവതാരങ്ങളുണ്ട്. എല്ലാ അവതാരങ്ങളെയും പടിക്ക് പുറത്ത് നിർത്തി. ഒരു അവതാരങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അവതാരങ്ങൾക്ക് വഴിപെട്ട് പ്രവർത്തിച്ചിട്ടില്ല. അവതാരങ്ങളെ പുറത്തു നിർത്തിയതിൽ ചിലർക്ക് വിഷമമുണ്ടായി എന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ദൗർഭാഗ്യകരമായ സംഭവമാണ്. 2025 വീണ്ടും അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചപ്പോൾ കോടതിയെ അറിയിക്കാത്തതാണ് തങ്ങൾക്ക് പറ്റിയ തെറ്റ്. ചെയ്യാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ വേദനയുണ്ടാകുന്നത് സ്വാഭാവികം. അന്വേഷണം പൂർത്തിയാകുമ്പോൾ നിജസ്ഥിതി ബോധ്യമാകും. മനസാക്ഷിക്ക് മുന്നിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സത്യസന്ധമായും സുതാര്യമായുമാണ് എല്ലാം ചെയ്തിട്ടുള്ളതെന്നും ആഗോള അയ്യപ്പ സംഗമം ശബരിമലയ്ക്ക് ഗുണം ചെയ്തിട്ടുണ്ടെന്നും അത് നടത്തിയത് നന്നായി എന്നാണ് തന്റെ ബോധ്യമെന്നും PS പ്രശാന്ത് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.